നമസ്കാരത്തിൽ പുരുഷൻ വൃത്തിയായി ഡ്രസ്സ് ധരിച്ചിരിക്കണം, സ്ത്രീയും വൃത്തിയായി ഡ്രസ്സ് ധരിച്ചിരിക്കണം. അതിൽ നിർബന്ധമായി ധരിച്ചിരിക്കേണ്ട ഭാഗങ്ങളുമുണ്ട്, അലങ്കാരത്തിന് വേണ്ടി അണിയാവുന്ന ഡ്രസ്സുകളുമുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നിർബന്ധമായും ഒരു പുരുഷൻ നമസ്കാരത്തിൽ മറച്ചിരിക്കേണ്ടുന്ന അവന്റെ ഔറത്ത് മുട്ടുപൊക്കിളിന്റെ ഇടക്കുള്ള സ്ഥലങ്ങളാണ്. മുട്ടിന്റെയും അതേപോലെ തന്നെ പൊക്കിളിന്റെയും ഇടക്കുള്ള സ്ഥലങ്ങൾ. ഇതിൽ പണ്ട് കാലം മുതൽക്ക് തന്നെ പണ്ഡിതന്മാർക്കിടയിലും അതേപോലെ തന്നെ മുഹദ്ദിസീങ്ങൾക്കിടയിലും, അതായത് ഹദീസ് പണ്ഡിതന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ് പുരുഷന്റെ കാൽ തൊട ഔറത്താണോ അല്ലേ എന്നുള്ളത്. തൊട വെളിവാക്കാൻ പാടുണ്ടോ, അത് ഔറത്താണോ, മറ്റുള്ളതുപോലെ തന്നെ ഔറത്താണോ എന്നൊരു ചർച്ച മുമ്പ് കാലത്തെ പണ്ഡിതന്മാർക്കിടയിൽ നിലവിലുണ്ട്. രണ്ടു വിഭാഗത്തിനും തെളിവ് പിടിക്കാവുന്ന രൂപത്തിൽ ചില ഹദീസുകളുമുണ്ട്. ആ കൂട്ടത്തിൽ കാൽത്തുട ഔറത്താണ് എന്ന് പറയുന്ന വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചില ഹദീസുകളാണ് തെളിവായിട്ട് പറയുന്നത്. അൻ മുഹമ്മദ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു ഖാല മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മഅ്മരി വഫഖിദാഹു മക്ശൂഫതാനി ഫഖാല യാ മഅ്മർ ഗത്തി ഫഖിദൈക ഫഇന്നൽ ഫഖിദൈനി ഔറത്തുൻ. മുഹമ്മദ് ബിൻ ജഹ്ഷ് എന്ന സഹാബി പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഅ്മർ എന്നു പേരുള്ള ഒരു സഹാബിയുടെ അരികിലൂടെ നടന്നുപോയി. അന്നേരം അദ്ദേഹത്തിന്റെ രണ്ട് കാൽത്തുടകളും വെളിവായി കിടക്കുകയാണ്, തുട കാണുന്നുണ്ട് പുറത്തേക്ക്. ഫഖാല, അപ്പൊ നബി തിരുമേനി പറഞ്ഞു, മഅ്മറെ ഗത്തി ഫഖിദൈക, നിന്റെ കാൽത്തുട നീ മൂടി വെക്കുക. ഫഇന്നൽ ഫഖിദൈനി ഔറത്തുൻ, കാരണം രണ്ട് കാൽത്തുടകളും ഔറത്തിൽപ്പെട്ടതാണ്, മറക്കേണ്ട ഭാഗമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇതേപോലെ തന്നെ عن جرهد الأسلمي رضي الله عنه قال مر رسول الله صلى الله عليه وسلم وعلي بردة فقد انكشف فخذي فقال غط فخذك فإن الفخذ عورة. പ്രവാചകൻ ജുർഹുദുൽ അസ്ലമി എന്ന പേരുള്ള സഹാബിയോടും ഇങ്ങനെ കാൽത്തൊട വെളിവായ സന്ദർഭത്തിൽ നിന്റെ തൊട നീ മൂടി വെക്കുക, അത് ഔറത്താണ് എന്ന് പറഞ്ഞതായി ഇമാം മാലിക്കും അഹ്മദും അബൂദാവൂദും തിർമിദിയും റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാൽത്തുടയും മറക്കേണ്ടുന്ന ഔറത്താണ് എന്ന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ജുംഹൂറുൽ ഉലമ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം കാൽത്തുട ഔറത്താണ്. എന്നാൽ ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാരും ഇമാമിങ്ങളും കാൽത്തുട ഔറത്തല്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. രണ്ടായിരുന്നാലും സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത് മുട്ടുപൊക്കലിന്റെ ഇടക്കുള്ള ഭാഗങ്ങൾ പരിപൂർണമായും മറച്ചിരിക്കലാണ് എന്നിടത്താണ് സൂക്ഷ്മതയുടെ വശം ചിന്തിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്നാണ്. തൊട ഔറത്താണെന്നാണ് ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. ഞാനൊരു വിഷയം പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒരു ന്യൂനപക്ഷത്തിന് കാൽ തൊട ഔറത്തല്ല എന്ന അഭിപ്രായവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള എല്ലാ ഭാഗങ്ങളും മറക്കുന്നതാണ് ഏറ്റവും നല്ലതും, അതിനാണ് ബഹുഭൂരിപക്ഷത്തിന്റെ പിന്തുണയുള്ളതും. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് പുരുഷന് നിർബന്ധമായി മറച്ചിരിക്കേണ്ടത്. അത് മറക്കുന്നതോടുകൂടി അങ്ങനെ നിസ്കരിക്കാവുന്ന നിസ്കാരം ശരിയാണ്, കുഴപ്പമില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും മറച്ചിരിക്കണം എന്നുള്ളതാണ്. عن عائشة رضي الله تعالى عنها أن النبي صلى الله عليه وسلم قال لا يقبل الله صلاة حائض إلا بخمار. رسول الله പറയുന്നു, ലാ യഖ്ബലുല്ലാഹു, അല്ലാഹു സ്വീകരിക്കുകയില്ല, സ്വലാത്ത ഹായിളിൻ, പ്രായപൂർത്തിയായ ഒരു പെണ്ണിന്റെ നിസ്കാരം, ഇല്ലാ ബിഖിമാരിൻ, ശിരോവസ്ത്രം അണിഞ്ഞാലല്ലാതെ. അപ്പൊ തലമൂടി ശരിക്കും തലയും മറച്ച് മുടിയൊക്കെ മറച്ചിട്ടല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. അപ്പൊ മുടി പുറത്ത് കാണുന്നത് തെറ്റാണ്. മുടി പുറത്ത് കാണാതെ തന്നെ കൃത്യമായി മറച്ചിരിക്കണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഉമ്മു സൽമാ ബീവി ചോദിക്കുകയുണ്ടായി, അത്തുസല്ലിൽ മർഅതു ഫീ ദിർഇൻ വഖിമാരിൻ വലൈസ അലൈഹാ ഇദാറുൻ ഖാല ഇദാ കാന ദിർഉ സാബിഗൻ യുഗത്തി ദുഹൂറ ഖദമൈഹാ. റവാഹു അബൂദാവൂദ്. ഒരു ഒന്നിച്ചിറങ്ങുന്ന ഒരു കുപ്പായം, നീളൻ കുപ്പായം ഇട്ടുകൊണ്ട് മുഖമക്കനെയും ഇട്ടുകൊണ്ടൊരു സ്ത്രീ നമസ്കരിക്കുന്നു. അവൾ അരയുടുപ്പ് എടുത്തിട്ടില്ല, ഒരു നീളം കുപ്പായം മാത്രമുണ്ട്, തട്ടവുമുണ്ട്, വേറെ തുണി ഉടുത്തിട്ടില്ലെങ്കിൽ അവൾക്ക് നിസ്കരിക്കാവോ, ശരിയാവോ? നബി പറഞ്ഞു, അവളുടെ മേലുടുപ്പ് പരിപൂർണമായും അവളുടെ കാൽപാദങ്ങളെ വരെ മൂടാൻ തക്ക നീളമുണ്ടെങ്കിൽ അത് മതി, കുഴപ്പമില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാലിന്റെ അടി, കാൽപാദങ്ങളുടെ അടി വരെ സ്ത്രീകൾക്ക് ഔറത്താണ്, അത് മറച്ചിരിക്കണം എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത്. നേരത്തെ പുരുഷന്റെ കാൽത്തുടയുടെ അഭിപ്രായ വ്യത്യാസം പോലെ തന്നെ
ഇവിടെയും ഉലമാക്കൾക്കിടയിൽ ഒരു നേരിയ വിഭാഗത്തിന് അഭിപ്രായമുണ്ട്, കാലിന്റെ അടി, സ്ത്രീകളുടെ കാലിന്റെ അടി ഔറത്തല്ല. കാരണം മുൻകൈയും മുഖവും തുറന്നിടാമെങ്കിൽ പിന്നെ കാലിന്റെ അടിയുടെ ആ ഭാഗം, പാദത്തിന്റെ അടി കാണുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല, അത് ഔറത്തല്ല എന്ന് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായമുണ്ട്. അവരും പറയുന്നത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി സ്ത്രീ മുൻകൈയും മുഖവും ഒഴികെ എല്ലാ ഭാഗങ്ങളും മറക്കൽ തന്നെയാണ് നല്ലത് എന്നും അത്യുത്തമം അത് തന്നെയുമാണ് എന്നാണ്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ്. ഇനി പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും ഡ്രസ്സ് ധരിക്കുമ്പോൾ, നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ തൊലിയുടെ കളറ് വ്യക്തമായി മനസ്സിലാകുന്ന രൂപത്തിലുള്ള നേരിയ മുണ്ടുകൾ എടുത്തുകൊണ്ട് നിസ്കരിക്കുന്നത് പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു കാര്യം. നേരിയ മുണ്ടെടുത്ത് നിസ്കരിക്കും, തൊലിയുടെ ആ കളറ് വരെ പുറത്തു നോക്കി അങ്ങനെ ലൈറ്റ് അടിച്ച് കാണുന്ന രൂപത്തിലുള്ള അത്തരത്തിലുള്ള ഡ്രസ്സുകൾ നിസ്കാരത്തിൽ തീർത്തും ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായമാണ് പണ്ഡിതന്മാർ ഈ ഔറത്ത് മറക്കൽ നിർബന്ധമാണ് എന്ന് പഠിപ്പിക്കുന്ന ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വിശദീകരണം നൽകി അവസാനം എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. സത്യം അതാണ്. അതേപോലെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അവസരങ്ങളിലും അവൻ ശ്രദ്ധിക്കേണ്ടതാണ്, അവന്റെ തുടി നെരിയാണിക്ക് താഴെ ആകാൻ പാടില്ല എന്നുള്ളത് പ്രവാചകൻ കണിശമായും കർശനമായും വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് തുണി എന്ന് മാത്രമല്ല, പുരുഷൻ ധരിക്കുന്ന ഏത് ഡ്രസ്സാവട്ടെ അത് പരിധിയിൽ കവിഞ്ഞുകൊണ്ട് താഴോട്ട് നീങ്ങുന്നത് നരകത്തിലേക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാർ ഫിന്നാർ, തുണിയിൽ നിന്ന്, മനുഷ്യന്റെ ഉടുപ്പിൽ നിന്ന് നെരിയാണിക്ക് താഴെ പോയത് പിന്നാർ, നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ നരകാഗ്നിയിലേക്ക് പോകാൻ കാരണമായ വേഷവിധാനമാണത് എന്നർത്ഥം. അതേപോലെ റസൂൽ പറയുകയുണ്ടായി, ഇയ്യാക വഇസ്ബാലൽ ഇസാർ ഫഇന്നഹാ മിനൽ മഖീല വഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മഖീല. ഇയ്യാക വഇസ്ബാലൽ ഇസാർ, തുണി താഴ്ത്തിയിട്ട് വലിച്ചഴക്കുന്നത് നീ സൂക്ഷിക്കണം, കാരണം അത് അഹങ്കാരത്തിൽപ്പെട്ടതാണ്, അള്ളാഹു അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല എന്ന്. ഒരു ഹദീസിൽ അതിന്റെ കർശനമായ ആ ഗൗരവത്തെപ്പറ്റി പ്രവാചകൻ ഇങ്ങനെ പറയുകയുണ്ടായി. عن أبي ذر رضي الله عنه عن النبي صلى الله عليه وسلم قال ثلاثة لا يكلمهم الله يوم القيامة ولا ينظر إليهم ولا يزكيهم ولهم عذاب أليم. قال فقرأها رسول الله صلى الله عليه وسلم 3 مرارا. قال أبو ذر خابوا وخسروا من هم يا رسول الله؟ قال المسبل والمنان والمنفق سلعته بالحلف الكاذب. رواه മുസ്ലിം. മുസ്ലിമിന്റെ ഹദീസിലുള്ളതാണ്. 3 വിഭാഗം ആളുകൾ, അവരിലേക്ക് അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല നാളെ പരലോകത്ത് വെച്ച്. കാരുണ്യത്തിന്റെ ഒരു നോട്ടം അവരിലേക്ക് നോക്കുക പോലുമില്ല. അവർക്ക് കഠിനമായ വേദനയിച്ച ശിക്ഷയുമുണ്ട്. അങ്ങനെ നബി ഇതിങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ചു എന്നാണ്. അള്ളാഹ് അവരെ നോക്കില്ല, സംസാരിക്കില്ല, മിണ്ടില്ല, കാരുണ്യത്തിന്റെ നോട്ടമുണ്ടാകില്ല, കഠിന ശിക്ഷയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോ സഹാബി ചോദിച്ചു, ഈ വിഭാഗം ആരാണ് നബിയെ? ഇവര് വല്ലാതെ പരാജയപ്പെട്ടു പോയ ആളുകളാണല്ലോ, ആരാണ് ഈ വിഭാഗം ആളുകൾ? അപ്പൊ റസൂൽ പറഞ്ഞു, അൽ മുസ്ബിൽ, തുണി താഴ്ത്തി ഉടുക്കുന്നവനാണ് ഒന്നാമൻ. മറ്റൊന്ന് വൽ മന്നാൻ, ആർക്കെങ്കിലും വല്ലതും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ജനമധ്യത്തിൽ കൊടുത്തത് എടുത്തു പറയുന്നവനാണ് രണ്ടാമത്തവൻ. മൂന്നാമത്തവൻ വൽ മുൻഫിഖു സൽഅതഹു ബിൽ ഹൽഫിൽ കാദിബി, കള്ളസത്യം പറഞ്ഞുകൊണ്ട്, കള്ളസത്യം ചെയ്തുകൊണ്ട് തന്റെ ചരക്കുകൾ വിറ്റഴിച്ച കച്ചവടക്കാരനാകുന്നു. ഇങ്ങനെ 3 വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ചില ആൾക്കാർ പറയാറുണ്ട്, നെരിയാണിക്ക് താഴെ തുണിയെടുത്ത വിവരമുള്ള ആൾക്കാരോട് പോലും ചോദിക്കുമ്പോ അവരൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, അഹങ്കാരത്തോടുകൂടെ ആണെങ്കിലും ഹദീസിലുണ്ട്, അതുകൊണ്ട് അഹങ്കാരമൊന്നും മനസ്സിലില്ലെങ്കിൽ തുണി വലിച്ചഴിച്ചാലും വലിയൊരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറയുന്ന ആലിമീങ്ങൾ വരെ ഉണ്ട് എന്നാണ് അറിവ്. കുറച്ച് താഴ്ന്നു പോയാൽ കുഴപ്പമൊന്നുമില്ല, അത് അഹങ്കാരത്തോടു കൂടെയാണെങ്കിൽ ഹദീസിലുണ്ട്, അതുകൊണ്ട് അഹങ്കാരമൊന്നും നമ്മളെ മനസ്സിലില്ല, അതങ്ങനെ ആകണമെന്ന് കുഴപ്പമൊന്നുമില്ല എന്നൊരു ലാഘവ ചിന്താഗതി ഈ വിഷയത്തിൽ പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. അത് തീർത്തും അബദ്ധമാണ്. കാരണം ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ച ആ ഹദീസിൽ പ്രവാചകൻ പറഞ്ഞതെന്താണ്? വയ്യാക ഇസ്ബാലൽ ഇസാർ, തുണി നെരിയാണിക്ക് താഴെ പോകുന്നത് നീ സൂക്ഷിക്കണം, അത് അഹങ്കാരത്തിൽ പെടുന്നതാണ്. തുണി നെരിയാണിക്ക് താഴെ പോയാൽ തന്നെ അത് അഹങ്കാരമായി മാറും എന്നുള്ളതാണ് പ്രവാചകൻ പറഞ്ഞത്. പിന്നെ അവൻ ആ ഉദ്ദേശം തോന്നില്ല എന്നുള്ളതാണ് വിഷയമല്ല. അങ്ങനെ താഴ്ത്തി എടുക്കുമ്പോ ഡ്രസ്സ് നിലത്ത് വലിച്ചഴക്കാനിടയാവും. ഡ്രസ്സ് നിലത്ത് വലിച്ചഴക്കുന്ന സ്വഭാവം വന്നാൽ അത് അഹങ്കാരത്തിൽ പെടും. അഹങ്കാരമോ നരകത്തിലേക്കും എത്തും. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവർ പറയുന്നൊരു തെളിവുണ്ട്. അഹങ്കാരത്തോടുകൂടെ ആണെങ്കിലേ ആവുള്ളൂ, കുഴപ്പമുള്ളൂ എന്ന് പറയുന്നവർ പറയുന്നൊരു തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ്.
മൻ ജറ സൗബഹു ഖുയല, അഹങ്കാരത്തോടുകൂടെ ആരെങ്കിലും തന്റെ ഡ്രസ്സ് വലിച്ചഴച്ചാൽ അന്ത്യനാളിൽ അള്ളാഹു അവനിലേക്ക് നോക്കുകയില്ല. ഈ ഹദീസ് നബി പറഞ്ഞപ്പോ ഖാല അബൂബക്കർ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇന്ന അഹദ സിത്തയിസാരി, എന്റെ തുണിയുടെ രണ്ട് ഭാഗങ്ങളിൽ ഒരു ഭാഗം യസ്തർഹി, അതിങ്ങനെ എപ്പോഴും താഴ്ന്നു കിടക്കും. ഇല്ല അന്ന തആഹറദാലിക, ഞാനത് എപ്പോഴും പിടിച്ചു കൊണ്ടു കിടക്കേണ്ട വേണം. ഞാൻ വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്റെ തുണിയുടെ ഒരു ഭാഗം ഇങ്ങനെ താഴ്ന്നു കിടക്കും. അത് തെറ്റാകുമോ? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, ലസ്ത മിമ്മൻ യസ്നഉഹു ഖുയല, നീ അത് അഹങ്കാരം മുഖേന ചെയ്യുന്ന പ്രവർത്തനമല്ല, അത് അഹങ്കാരത്തിന്റെ കാര്യത്തിൽപ്പെട്ടതല്ല എന്ന് പ്രവാചകൻ സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞു. ഈ ഹദീസ് ഇമാം ബുഖാരി നിവേദനം ചെയ്തതാണ്. ഇത് നേരത്തെ പറഞ്ഞ കക്ഷിക്കാർക്ക് തെളിവാകില്ല എന്ന് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദ്യത്തെ ഹദീസിലുണ്ട്, ഇയ്യാക വ ഇസ്ബാലൽ ഇസാർ, തുണി താഴ്ന്നു പോകുന്നത് തന്നെ അഹങ്കാരമായി മാറും. പിന്നെ ഇവിടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയം വേറൊന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു ഭാഗം, തുണിയുടെ ഒരു ഭാഗം മാത്രം താഴ്ന്നു പോകുമെന്നുള്ളതാണ്. അത് തന്നെ ഉദ്ദേശത്തോടു കൂടെയല്ല, എനിക്ക് അഹങ്കാരമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഞാൻ താഴ്ത്തി കൊടുക്കാറുണ്ട് എന്നല്ല അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. എനിക്ക് അഹങ്കാരമൊന്നുമില്ല നബിയെ, ഞാൻ തുണി കുറച്ച് താഴ്ത്തി എടുക്കാറുണ്ട്, അതിന് തെറ്റുണ്ടോ നല്ല ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ ഭാഗത്തിന് തെളിവാകുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ചോദ്യം, ഞാൻ എത്ര സൂക്ഷിച്ചാലും തുണിയുടെ ഒരു ഭാഗം ഇങ്ങനെ താഴ്ന്നു കിടക്കും, മറ്റേ ഭാഗം ക്ലിയറാണ്. അപ്പൊ അത് എങ്ങനെയാണ്? പ്രവാചകൻ പറഞ്ഞു, അത് നീ ഉദ്ദേശിക്കാതെ വന്നു പോണതാണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞു കൊടുത്തത്. അത് ന്യായീകരിച്ചുകൊണ്ട് അഹങ്കാരമൊന്നും മനസ്സിലില്ലെങ്കിൽ തുണിയോ പാന്റോ തന്തൂറോ ഏതായാലും കുടിച്ച് വലിച്ചെങ്കിലോ അത് പോയെങ്കിലോ അതൊന്നൊരു വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ചിലർ ശ്രമിച്ചു കാണാറുണ്ട്. അത് ശരിയല്ല എന്നാണ് നമുക്ക് തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും.